ഇറാനിൽ വീണ്ടും യുഎസിന്റെ വലിയ ആക്രമണം ഉണ്ടാകുന്നു. ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് യുഎസ് വീണ്ടും ഇറാനെ ആക്രമിക്കുന്നത്. തെക്കൻ നഗരമായ ബന്ദർ അബ്ബാസിലും ഖേഷം ദ്വീപിലുമാണ് ഇപ്പോൾ ആക്രമണം നടത്തിയിരിക്കുന്നത്. നിരവധി സ്ഫോടനങ്ങൾ ഈ മേഖലകളിൽ ഉണ്ടായി എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ കൂടി ലഭ്യമാകുന്നുണ്ട്. 2 ജലസംഭരണശാലകളും തകർത്തു. ഹോർമുസിൽ തങ്ങളുടെ അപ്പാച്ചെ ഹെലികോപ്റ്റർ തകർത്തതിനുള്ള മറുപടി എന്നാണ് US പ്രസിഡന്റ് ട്രംപിന്റെ വിശദീകരണം. ഇറാന് നേരെയുള്ള ആക്രമണത്തിൽ മറുപടി നൽകാതിരിക്കില്ലെന്ന് വിദേശകാര്യമന്ത്രി അബ്ബാസ് അരക്ചി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ജീവൻ വേണമെങ്കിൽ മേഖലയിൽ നിന്ന് പുറത്തു പോകണമെന്നും നിർദ്ദേശമുണ്ട്. അങ്ങനെ വീണ്ടും സംഘർഷം രൂക്ഷമാവുകയാണ് ഈ മേഖലയിൽ. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അമേരിക്ക ഇറാന്റെ ആക്രമണങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുകയായിരുന്നു. അജയ് സുധാ ബിജു വിവരങ്ങൾ പങ്കുവെക്കും. അജയ്, നേരത്തെ പറഞ്ഞതുപോലെ ഇന്നലെ നമ്മൾ കണ്ട വാർത്തകളും കാഴ്ചകളുമൊക്കെ ഇസ്രായേലിനെ ആക്രമണത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന ട്രംപിനെയാണ്. ട്രംപ് പറയുന്നത് ഒരു തരത്തിലും ആക്രമിക്കാൻ പോകരുത് എന്നായിരുന്നു. പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ കീഴ്മേർ മറിഞ്ഞിരിക്കുന്നു. യഥാർത്ഥത്തിൽ ഹോർമുസിൽ സംഭവിച്ചത് ഇറാന്റെ ആക്രമണത്തിൽ തന്നെയാണോ ഈ അപ്പാച്ചെ ഹെലികോപ്റ്റർ തകർന്നത്, അതോ അമേരിക്കയുടെ മറ്റെന്തെങ്കിലും പുതിയ തന്ത്രമാണോ വീണ്ടും യുദ്ധമുഖം തുറക്കാൻ? നിലവിൽ ഇറാൻ ഈ ഒരു വാദത്തെ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. ഇറാൻ അല്ല ഈ ഹെലികോപ്റ്ററിന് നേരെ ആക്രമണം നടത്തിയതെന്നാണ് ഇപ്പോൾ നിലവിൽ ഇറാനിലുള്ള അധികൃതർ വ്യക്തമാക്കുന്ന കാര്യം. ഇറാന്റെ വിദേശകാര്യമന്ത്രിയായിട്ടുള്ള അബ്ബാസ് അരക്ചി ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ട്. അബ്ബാസ് അരക്ചി വളരെ കടുത്ത ഭാഷയിൽ തന്നെയാണ് യുഎസിന് മറുപടി നൽകുന്നത്. അദ്ദേഹം പറയുന്നത് ഇറാന് നേരെയുള്ള ആക്രമണങ്ങൾക്ക് മറുപടി നൽകാതെ പോകില്ല എന്ന് തന്നെയാണ്. അബ്ബാസ് അരക്ചിയുടെ ഈ പരാമർശം വന്നതിന് ശേഷം ഇപ്പോൾ IRGCയുടെ ഭാഗത്ത് നിന്ന് ചില ആക്രമണങ്ങൾ നമുക്ക് അതിൻ്റെതായിട്ടുള്ള വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. ഇറാന്റെ ഔദ്യോഗിക മീഡിയ തന്നെയാണ് ഇത്തരം ചില വിവരങ്ങൾ പുറത്തുവിട്ടിട്ടുള്ളത്. IRGC പറയുന്നത് അവർ യുഎസിന്റെ ഹോർമുസ് കടലിടുക്കിൽ സ്ഥിതി ചെയ്തിരുന്ന 5th ഫ്ലീറ്റിന് നേരെ ആക്രമണം നടത്തി എന്നാണ്. ഒരു ഡ്രോൺ ആക്രമണം വഴിയാണ് ഈ 5th ഫ്ലീറ്റിനെ നേരിട്ടതെന്നും IRGC അവർ പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നുണ്ട്. ഇത് സത്യമാണെങ്കിൽ മേഖലയിലുള്ള സംഘർഷം അത് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കാനുള്ള സാധ്യതയുണ്ട്. കുറച്ചു മുൻപേ യുഎസിന്റെ സെൻട്രൽ കമാൻഡ് അവരുടെ എക്സ്പോസ്റ്റ് വഴി വ്യക്തമാക്കിയത് ഇറാന് നേരെയുള്ള യുഎസിന്റെ ആക്രമണങ്ങൾ നിലവിൽ പര്യവസാനിച്ചിരിക്കുന്നു എന്നാണ്. ഇറാന്റെ തെക്കൻ മേഖലകളിലാണ് പതിവ് പോലെ യുഎസ് ആക്രമണം നടത്തിയത്. ഇതിൽ ഇറാന്റെ ഖേഷം ദ്വീപിലും അതുപോലെ തന്നെ ബന്ദർ അബ്ബാസ് പട്ടണത്തിലും നിരവധി സ്ഫോടനങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നാശനഷ്ടങ്ങളുടെ തോത് നമുക്ക് പൂർണ്ണമായി അറിയാൻ സാധിച്ചിട്ടില്ല. എന്നാലും 2 വാട്ടർ ടാങ്കുകൾ തകർന്നതായിട്ട് റിപ്പോർട്ടുകളുണ്ട്. ഇത്തരം ജലസംഭരണ കേന്ദ്രങ്ങൾ തകരുന്നത് അത് ഇറാനെ സംബന്ധിച്ച് വളരെയധികം ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ്. കാരണം അവിടെയുള്ള രാജ്യത്തുള്ള ജനങ്ങളുടെ വലിയൊരു കുടിവെള്ള സ്രോതസ്സാണ് ഇത്തരം ജലസംഭരണ കേന്ദ്രങ്ങൾ.